നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് രക്ഷകനായി പിണറായി സർക്കാർ. കോൺഗ്രസിൻ്റെ യുവ MLAയും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ നടന്ന ലൈംഗിക ആരോപണങ്ങൾക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച് പിണറായി സർക്കാർ. രാഹുലിൻ്റെ രക്ഷകനായി മാറിയിരിക്കുകയാണ്. രാഹുലിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലാത്ത സ്ഥിതിവിശേഷമായി. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ശക്തമായ ആവശ്യങ്ങൾക്ക് തടയിട്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം. ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം കോടതിയാണ് വിധിക്കേണ്ടത് രാഹുൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനാകൂ. ഇപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് കടുത്ത പ്രതിസന്ധിയിലാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇര ആരാണെന്നറിയാതെ കേവലം ശബ്ദ സന്ദേശങ്ങൾ വെച്ച് ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലാണ്. കൂടാതെ തന്നെ ഇരകൾ ആരും തന്നെ രാഹുലിനെതിരെ പരാതി നൽകാൻ തയ്യാറല്ലാത്ത സാഹചര്യം കൂടിയാണ് സംജാതമായിരിക്കുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകളും കുത്കാൽവെട്ടുകളുടെയും പരിണിത ഫലമാണ് രാഹുൽ കേസ് എന്നത് സർക്കാരിനും ഇടതുപക്ഷ യുവജന സംഘടനകൾക്കും നന്നായി അറിയാം. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ MP-ക്കു നേരെ ഉണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് ഭിന്നിച്ചു നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഒത്തൊരുമയോടുകൂടി വീണ്ടും ഒരുമയിൽ എത്തിയത് അപ്രതീക്ഷിതമായിരുന്നു. പ്രതിപക്ഷ നേതാവും സർക്കാരും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുലയാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കോൺഗ്രസിലെ തന്നെ പുതിയ ഗ്രൂപ്പായ C ഗ്രൂപ്പ് സതീശൻ, ഷാഫി, രാഹുൽ ത്രിമൂർത്തികളെ എന്നേക്കുമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുക്കൾ നീക്കിയത്. പക്ഷേ താപ്പാനകളെ വീഴ്ത്തി കളം വെട്ടിപ്പിടിച്ച ശീലമുള്ള സതീശന് വളരെ മനോഹരമായി രാഹുലിനെ ഈ കേസിൽ സംരക്ഷിച്ചെടുത്തു. പണ്ട് സോളാർ കേസിലെ ഒത്തുതീർപ്പ് പോലെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഒരു ഒത്തുതീർപ്പ് ഫോർമുലയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടിവരയിട്ട് പറയുന്നു. സ്ഥാനമാനങ്ങളും അധികാരങ്ങളും നിലനിർത്താൻ എന്ത് നെറികേടുകൾക്കും കൂട്ടുനിൽക്കാൻ ഭരണപക്ഷം എന്നോ പ്രതിപക്ഷം എന്നോ വ്യത്യാസമില്ലാതെ അവർ ഒന്നിക്കും. പൊതുജനം വീണ്ടും കഴുതകളാകും. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.